അല്ലികളാക്കി മാറ്റിയതിന് ശേഷം ഫ്രൈ ചെയ്യുന്ന ബീഫ് ഫ്രൈ റെസിപ്പിയാണിത്. ഒരുപാട് ഓയിലൊക്കെ ഉണ്ടാവും, അതൊക്കെ നമുക്ക് വഴിയെ മാറ്റിയെടുക്കാം. അതിനായി കാണുന്ന പോലെ ഒട്ടും നെയ്യില്ലാത്ത പീസായിട്ടുള്ള ബീഫ് എടുക്കാം. നെയ്യ് ആവശ്യമുണ്ട്, അതുകൊണ്ട് തന്നെ ഒരു എക്സ്ട്രാ ഒരു പീസ് വെച്ച് കൊടുത്താൽ മതി, കാരണം അത് കഴിയുമ്പോൾ എടുത്ത് മാറ്റാൻ പറ്റും. ഈ ഒരു വലുപ്പത്തിലുള്ള പീസുകളാണ് നമുക്ക് കൂടുതൽ നല്ലത്. ഇത് 1.5 കിലോ ബീഫാണ്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1.5 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 8 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും സാധനങ്ങൾ മാത്രം ചേർക്കുന്നുള്ളൂ. ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു 1 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം കുക്കറിൽ വേവിച്ചെടുക്കുക. വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ വെച്ചിരിക്കുന്ന നെയ്യ് പീസ് ഉണ്ടല്ലോ, അത് നമുക്കിടുന്ന് മാറ്റാം. അത്യാവശ്യം നെയ്യ് കിട്ടിയിട്ടുണ്ട്, എന്നാൽ ബീഫിൽ നെയ്യില്ല. ഇതാണ് ഏറ്റവും നല്ല ഒരു രീതി. വേവിക്കുമ്പോൾ സാധാരണക്കാളും അല്പം വേവ് കുറച്ച് വേണം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് വെന്തുടഞ്ഞു പോകും. ഇനി ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് ഈ കാണുന്ന പോലെ ചെറിയ ചെറിയ സ്ട്രാൻഡ്സുകളായിട്ട് ഇങ്ങനെ അല്ലികളാക്കിയിട്ട് നമ്മളിങ്ങനെ മുറിച്ചെടുക്കണം. ഇതുപോലെ മുഴുവൻ നമ്മൾ മാറ്റിയെടുക്കുക. വേവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ സാധാരണ ഫസ്റ്റ് വിസിൽ ഒരു ഹൈ ഫ്ലെയിമിൽ, അതിനുശേഷം 18 മിനിറ്റാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചത്. മുഴുവൻ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല ഭംഗിയായി എടുത്തിട്ടുണ്ട്. ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ട് അതിനുള്ളിലേക്ക് നമുക്ക് ഇത് മുറിയാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. 200 ml വെളിച്ചെണ്ണയാണ് ഇതിനായി എടുത്തു കൊടുക്കുന്നത്. ചൂടാകുമ്പോൾ കറിവേപ്പില പൊട്ടി വരുന്നുണ്ട്, വെള്ളമുള്ളതുകൊണ്ടാണ്. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ബീഫ് നേരെ ചേർത്ത് കൊടുക്കുകയാണ്. ഈ നോൺ സ്റ്റിക്ക് പാനിലേക്ക് മുഴുവൻ ബീഫിൽ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് 1 സ്പൂൺ ഉപയോഗിച്ച് അടി ചേർത്ത് മിക്സ് ചെയ്യണം. സ്റ്റീലിൻ്റെ സ്പൂൺ ഉപയോഗിക്കുമ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ സാധനം വിട്ടു പോരാതെ സോഫ്റ്റായ രീതിയിൽ വേണം അത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ മീഡിയം ഫ്ലെയിം മാത്രം മതി. ഓവർ ഫ്ലെയിം ഹൈ ഫ്ലെയിം ആയി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി. ഇത് ഫ്രൈ ആകുന്നതോറും ഇതിൻ്റെ ആ ഒരു ക്വാളിറ്റി കുറഞ്ഞു വന്നിരിക്കും. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് കൊണ്ടൊക്കെ ഇത് നല്ല രീതിയിൽ ഫ്രൈ ചെയ്ത് കിട്ടും. അപ്പം നമ്മൾ ചേർത്തിരിക്കുന്നത് 200 ml വെളിച്ചെണ്ണയായിരുന്നു. ഇത് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ ആ വെളിച്ചെണ്ണ നമുക്ക് കൂടുതലായിട്ട് വരും. ചൂടോടെ തന്നെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ആ വെളിച്ചെണ്ണ ഈ ബീഫ് വലിച്ചെടുക്കും. അത് പിന്നെ ടേസ്റ്റ് കറക്റ്റ് കിട്ടില്ല. അതുകൊണ്ട് ഇതിപ്പോൾ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഫ്രൈ ആയി മുഴുവൻ ആ ഒരു നല്ല രീതിയിലായി വരുമ്പോൾ നമ്മൾ സ്പൂൺ ഉപയോഗിച്ച് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം ഈ നടുഭാഗത്തേക്ക് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഓയിൽ, ആ വെളിച്ചെണ്ണ നമുക്ക് കാണാൻ സാധിക്കും. അതിനുവേണ്ടി ഒരു ചെറിയ ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, അത്രയും വെളിച്ചെണ്ണയിലാണ് ഇത് മുരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ സമയത്ത് സ്റ്റവ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെളിച്ചെണ്ണ മുഴുവനും ഈ ബീഫ് വലിച്ചെടുക്കും. അതൊട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല, ആ ഒരു വരവായിട്ട് നല്ലതല്ല. ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒന്ന് കോരി മാറ്റിയാൽ മതി. ഇതിപ്പോൾ എത്രയോ പ്രാവശ്യം, 7 8 പ്രാവശ്യം നമ്മളിത് മാറ്റാൻ പാകത്തിനുള്ള വെളിച്ചെണ്ണയിലുണ്ടായിരുന്നു. ഇത് മുഴുവൻ നമ്മൾ മാറ്റിയെടുക്കണം. ഇത്രയും പ്രാവശ്യം നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അല്പം വെളിച്ചെണ്ണ ലാസ്റ്റ് നമുക്ക് ആവശ്യമുള്ള കാരണം മറ്റ് മസാലയൊക്കെ നമുക്ക് ആവശ്യം വരും. അതുകൊണ്ട് ഇനിയുള്ള വെളിച്ചെണ്ണ നമുക്ക് അവിടെ വെച്ചിട്ട് മിക്സ് ചെയ്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് അധികം സാധനങ്ങൾ ചേർക്കേണ്ട, കുറച്ച് ഐറ്റംസ് മാത്രം മതി. ആദ്യം വരുന്നത് മുളക് പൊടിയാണ്. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1.5 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ്. 3 ടേബിൾ സ്പൂണാണ്. ഇനി എരിവ് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ എരിവുള്ള മുളക് പൊടി അല്പം കൂടി കൂട്ടി കൊടുക്കാവുന്നതാണ്. മുളക് പൊടി ചേർക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ചൂട് കൊണ്ട് ഈ മുളക് പൊടി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ചെയ്യാൻ പാടുള്ളൂ. മിക്സിങ് കഴിയുമ്പോൾ നമ്മൾ അടുത്തതായി ചേർക്കുന്നത് വിനാഗിരിയാണ്. 2 ടേബിൾ സ്പൂൺ നിറച്ച് വിനാഗിരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ അളവ് നമ്മൾ ഈ സമയത്ത് നോക്കിയതിന് ശേഷം നമ്മൾ ചേർക്കാവുന്ന, കാരണം ഓൾറെഡി ഉപ്പ് ചേർത്തുകൊണ്ടാണ് നമ്മൾ വേവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള അല്ലി ബീഫ് തയ്യാറായിട്ടുണ്ട്. ഇത് നമ്മൾ വിദേശത്ത് പോകുമ്പോൾ നമുക്ക് കൊടുത്തേക്കാവുന്നതാണ്. കുറേ നാളത്തേക്ക് കേടുകൂടാതെ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല, പുറത്ത് തന്നെ കേടുകൂടാതെ സൂക്ഷിക്കാൻ സാധിക്കും. എല്ലാവരും ഇതിൽ ചെയ്ത് നോക്കുക. ഈ ഒരു റെസിപ്പി തീർച്ചയായും ഇഷ്ടപ്പെടും. ഒരു പ്രത്യേകമായിട്ടുള്ള ടേസ്റ്റാണ് ഈ അല്ലി ബീഫ് റെസിപ്പിക്ക്.